ഞങ്ങളെ ഒന്നും ചെയ്യരുതേ. ശിവന്റെയും ചൈതന്യയുടെയും നിലവിളി അവിടുത്തെ നിശബ്ദതയെ ഭഞ്ചിച്ചുകൊണ്ട് ഉയർന്നു. ചീ, പട്ടിക്കഴിവേറുകളെ, മിണ്ടിപ്പോകരുത്, കൊന്നുകളയും ഞാൻ, പറഞ്ഞുകൊണ്ട് ഒരുവൻ ശിവന്റെ ഷർട്ടിൽ പിടിച്ചുയർത്തി. മദ്യത്തിന്റെ അതിരൂക്ഷമായ ഗന്ധം അവർക്ക് അനുഭവപ്പെട്ടു. ചൈതന്യ പൂക്കില പോലെ വിറയ്ക്കുകയാണ്. നടക്കിടി, ഒരാൾ അവളെ മുന്നോട്ട് തള്ളി. ശിവാ. ശിവനല്ല, പരമേശ്വരനായാലും നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും. അയാൾ ചിരിച്ചു. ഒരെണ്ണത്തിനെ ഞങ്ങൾ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേയായി, അറിയാമോ? വേണ്ട വേണ്ട, അവൾ കരഞ്ഞുകൊണ്ട് അയാളുടെ കാല് പിടിച്ചു. ഞങ്ങളെ ദ്രോഹിക്കരുത്, നിങ്ങൾക്ക് പുണ്യം കിട്ടും. അതാർക്ക് വേണമടി, ഞങ്ങൾക്ക് നിന്നെ മതി. അയാൾ അവളെ ജീപ്പിനരികിലേക്ക് വലിച്ചിഴച്ചു. വേണ്ട, അവളെ കൊണ്ടുപോകരുത്. ശിവൻ തന്നെ പിടിച്ചിരുന്നവരിൽ നിന്നും കുതറി മാറി. നിൽക്കടാ ഇവിടെ. അയാൾ ശിവന്റെ കാലിൽ തട്ടി. അവൻ കമിഴ്ന്നു വീണു. അവിടെ നിന്നും എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ ശക്തമായ ചവിട്ടും കിട്ടി. അമ്മേ, അവൻ നിലവിളിച്ചു. മറ്റുള്ളവർ ചൈതന്യയെ ജീപ്പിലേക്ക് കയറ്റുന്നത് അവൻ കണ്ടു. അവൾ കുതറി മാറാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കഴിയുന്നില്ല. അവൾ നഷ്ടമായാൽ അത് ചിന്തിക്കുവാൻ കൂടി അവന് കഴിയുമായിരുന്നില്ല. എല്ലാം ഇട്ടെറിഞ്ഞ് പുറപ്പെട്ടത് അവൾക്കു വേണ്ടിയാണ്. ആ ചിന്ത ഉണ്ടായതോടുകൂടി സർവ്വവേദനയും മറന്ന് അവൻ ചാടി എഴുന്നേറ്റു. വിടിനട പട്ടികളെ, എൻ്റെ പെണ്ണിനെ. ഒരു വന്യമൃഗത്തിൻ്റെ ഗർജനം പോലെയുള്ള ആ ശബ്ദം കേട്ട് ഗുണ്ടകൾ നടുങ്ങിത്തിരിഞ്ഞു. അതേ സെക്കൻഡിൽ ശക്തമായ ചവിട്ടേറ്റ് ഒരുവൻ പാളിപ്പോയി. അവസരം നഷ്ടപ്പെടുത്താതെ ശിവൻ അടുത്തയാളിനെ ആക്രമിച്ചു. അപ്പോൾ അവന് ഒരു കാട്ടുപോത്തിൻ്റെ ശക്തിയായിരുന്നു. മറ്റു ഗുണ്ടകളും ചൈതന്യയെ വിട്ടിട്ട് അവൻ്റെ നേരെ തിരിഞ്ഞു. പൊരിഞ്ഞ അടി. അവരുടെ ആയുധങ്ങളോട് അവൻ അനായാസേന പൊരുതി. അത്രയും ധൈര്യം അവനുണ്ടെന്ന് ചൈതന്യ പോലും വിചാരിച്ചിരുന്നില്ല. എന്നാൽ ആദ്യത്തെ ശൂരത്വമേ ശിവനുണ്ടായിരുന്നുള്ളൂ. ക്രമേണ അവൻ തളർന്നു തുടങ്ങി. നിത്യേന അടിപിടിയുമായി നടക്കുന്ന ഗുണ്ടകൾ കൊണ്ടോ ക്ഷീണം. അവർ ഒരു പന്ത് പോലെ അവനെ തട്ടിക്കളിച്ചു. ചൈതന്യയ്ക്ക് ശ്വാസം കഴിക്കുവാൻ പോലും കഴിയുമായിരുന്നില്ല. ശിവന്റെ മൂക്കിലൂടെയും വായിലൂടെയും ചോര കിനിഞ്ഞു വന്നു. ഗുണ്ടകൾ അവനെ വിട്ടിട്ട് വീണ്ടും ചൈതന്യയുടെ നേരെ തിരിയവേ അടുത്തു വരുന്ന ഒരു വാഹനത്തിന്റെ വെളിച്ചം. പെട്ടെന്ന് ഗുണ്ടകൾ ജീപ്പിൽ ചാടിക്കയറി. ഒരസ്ത്രം കണക്കെ അത് പാഞ്ഞുപോയി. ചൈതന്യ ശിവന്റെ അരികിൽ ഓടിയെത്തി. തറയിൽ കിടന്ന് പിടയുകയായിരുന്നു അവൻ. ശിവ, മോളെ. അവൾ അവനെ നെഞ്ചോട് വാരി ചേർത്തു. അവൻ്റെ ബോധം മറയുന്നത് പോലെ തോന്നി. വാഹനം അവർ വന്ന കാറിന് പിന്നിലായി നിന്നു. ഹോൺ മുഴങ്ങി. ചൈതന്യ ശിവനെ താങ്ങി എണീൽപ്പിച്ചു. വാഹനത്തിലുള്ളവരോട് സഹായം അഭ്യർത്ഥിക്കുവാനായി മെല്ലെ അവിടേക്ക് ചെന്നു. അതും ഒരു കാറായിരുന്നു. ഒരു ഫാമിലി ആയിരുന്നു അതിൽ. സർ, ഞങ്ങളെ ഒന്ന് സഹായിക്കണം, ഇവിടെ അപരിചിതരാണ് ഞങ്ങൾ. ശിവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചൈതന്യ കെഞ്ചി. അവൻ്റെ ശരീരത്തിലെ ചോരക്കറകൾ കണ്ടപ്പോൾ കാറിലിരുന്ന മാന്യ വ്യക്തികൾക്ക് അറപ്പ്. എവിടുന്നോ കുറ്റിയും പറിച്ചു വന്ന ലക്ഷണമുണ്ട്. ഇല്ലാത്ത ഇടാകുടത്തിലൊന്നും ചെന്ന് ചാടണ്ട, ഒരു സ്ത്രീ ശബ്ദം കാറിനുള്ളിൽ നിന്ന് കേട്ടു. അങ്ങനെ പറയരുത് ചേച്ചി. ചൈതന്യയ്ക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് കാർ സാവധാനം മുന്നോട്ട് നീങ്ങി. സൈഡ് ചേർന്ന് വളരെ ബുദ്ധിമുട്ടി ആ കാർ അപ്പുറം കടന്നുപോയി. ഒരു തണുത്ത കാറ്റ് വീശി. ശിവന്റെ ശരീരം വിറയ്ക്കുന്നത് അവൾ അറിഞ്ഞു. ഇവിടെ നിൽക്കുന്നത് കുഴപ്പമാണ്. ചൈതന്യ അവനെ തങ്ങൾ വന്ന ടാക്സിയിൽ കയറ്റി. പിന്നെ അവൾ ഡ്രൈവിംഗ് സീറ്റിലും ഇരുന്നു. വരുന്നത് പോലെ വരട്ടെ. അവൾ കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. അപരിചിതവും വിജനവുമായ പാത. ഇടയ്ക്കിടെ അവൾ ശിവനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒപ്പം അവളുടെ ഇടനെഞ്ച് പിടയുന്നു. വഴിയിൽ ഒറ്റ വാഹനവും കണ്ടില്ല. ഏതാണ്ട് അരമണിക്കൂറോളം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ വൃത്തികെട്ട ഒരു തെരുവിലെത്തി. ഓടകളിൽ നിന്നടിക്കുന്ന അസഹനീയമായ ദുർഗന്ധം. ചൈതന്യയ്ക്ക് ഓക്കാനം വന്നു. ആ ഗന്ധം കൊണ്ടാവാം ശിവൻ ഒന്ന് പിടഞ്ഞുണർന്നു. മുന്നിൽ പ്രേതത്തെ കണ്ടതുപോലെ അവൻ ചൈതന്യയെ തുറച്ചു നോക്കി. ശിവ. തെരുവിൽ വിളറിക്കത്തി നിൽക്കുന്ന വിളക്കുകൾ, തൊട്ടു തൊട്ടു നിൽക്കുന്ന വീടുകൾ, ഒരു ചുവന്ന തെരുവിൻ്റെ പ്രതീതി. അല്പം അകലെ ക്ലിനിക് എന്ന ബോർഡ് കണ്ടു. അതിനരികിൽ ഒരു ബൾബ് കത്തി നിൽപ്പുണ്ടായിരുന്നു. കാറിന് മുന്നിലൂടെ ഒരു ചാവാലിപ്പട്ടി കുരച്ചുകൊണ്ട് ഓടി. ക്ലിനിക്കിന് മുന്നിൽ ചൈതന്യ കാർ നിർത്തി. പിന്നെ ഇറങ്ങി വന്ന് ശിവൻ ഇരുന്ന ഭാഗത്തെ ഡോർ തുറന്നു. ഇറങ്ങി വാ ശിവ. അവൾ അവനെ സഹായിച്ചു. ക്ലിനിക്കിൻ്റെ വാതിൽക്കലെത്തി. ബല്ലൊന്നും ഉണ്ടായിരുന്നില്ല. ചൈതന്യ വാതിലിൽ മുട്ടി. ഇവിടെ ആരുമില്ലേ? 1-2 തവണ ഇത് ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു. ആരാ? ഒരു സ്ത്രീ. അകത്തെ വെളിച്ചം പുറത്തേക്ക് പാളി വീണു. സുന്ദരിയായ യുവതിയെയും രക്തം പുരണ്ട യുവാവിനെയും കണ്ടപ്പോൾ അവർക്ക് അമ്പരപ്പ്. എന്തു വേണം? ഇദ്ദേഹത്തെ ഒന്ന് ഡ്രസ്സ് ചെയ്യണം. പറ്റില്ല, അവർ തീർത്തു പറഞ്ഞു. ആരെയോ കൊന്നിട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറാൻ നേരമില്ല. അവർ വാതിലടയ്ക്കുവാൻ ഭാവിച്ചു. അങ്ങനെ പറയരുത് ചേച്ചി. ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല. ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതാണ്. ഈ രാത്രിയിൽ ഞങ്ങൾ ഇനി എവിടെ പോകും? ചൈതന്യയെ കടുപ്പിച്ചൊന്ന് നോക്കുക മാത്രം ചെയ്തു അവർ. പ്ലീസ് ചേച്ചി, ഞങ്ങളിവിടെ ആദ്യമാണ്. അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോയിക്കൊള്ളാമായിരുന്നു. ചേച്ചിക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. ആ വാചകം അവർക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. മുഖഭാവത്തിന് മാറ്റമുണ്ടായി. അകത്തേക്ക് കൊണ്ടുപോവാ. 2 മുറികൾ മാത്രമുള്ള ചെറിയ കെട്ടിടമായിരുന്നു അത്. ഒരു മുറി ക്ലിനിക്കായും അടുത്തത് ആ സ്ത്രീയുടെ ബെഡ്റൂമായും ഉപയോഗിക്കുകയായിരുന്നു. പഴകി ചെളിപ്പിടിച്ച മേശയിൽ കിടത്തി അവർ ശിവന്റെ ശരീരത്തിലെ മുറിവുകൾ വെച്ചുകെട്ടി. 40 വയസ്സിലധികം കാണില്ലായിരുന്നു അവർക്ക്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാവം വ്യക്തമാകും. ഇടയ്ക്കിടെ അവർ ചൈതന്യയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്താ പേര്? ചൈതന്യ.
തുടർന്ന് അവർ അവളിൽ നിന്നും എല്ലാ കാര്യങ്ങളും വിദഗ്ധമായി ചോദിച്ചു മനസ്സിലാക്കി. കുട്ടി പേടിക്കാനൊന്നുമില്ല. അവർ ശിവന് ഒരു ഇഞ്ചക്ഷൻ കൂടി കൊടുത്തു. നേരം പുലരുമ്പോഴേക്കും ഇയാൾക്ക് നോർമലാകും. തളർന്ന കണ്ണുകളോടെ ശിവൻ നന്ദിപൂർവ്വം ആ സ്ത്രീയെ നോക്കി. ചൈതന്യ വാച്ച് നോക്കി. സമയം 3 മണി. തങ്ങളുടെ ബാഗുകൾ കാറിനുള്ളിൽ ഇരിക്കുകയാണെന്ന കാര്യം അപ്പോൾ മാത്രമാണ് അവൾ ഓർത്തത്. വേഗത്തിൽ അവൾ കാറിനടുത്തേക്ക് ഓടിയെത്തിയപ്പോൾ ഡോറുകൾ മുഴുവൻ തുറന്നു കിടക്കുന്നു. പരിഭ്രമത്തോടെ അവൾ അകത്ത് പരിശോധിച്ചു. ഹൃദയം തകർന്ന ഒരു വിലാപം അവളിൽ നിന്നുമുണ്ടായി. തങ്ങളുടെ ബാഗുകൾ നഷ്ടമായിരിക്കുന്നു. അവയ്ക്കുള്ളിലായിരുന്നു ആഭരണങ്ങളും പണവുമെല്ലാം. ഒക്കെ പോയി. ചൈതന്യയ്ക്ക് തലക്കറങ്ങി. താൻ ധരിച്ചിരിക്കുന്ന 2 വളകളും മാലയും കമ്മലും മോതിരവും മാത്രം ബാക്കി. അല്ലാതെ ഒന്നുമില്ല. വേറെ ഉടുതുണി പോലും.